എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹ. ചെങ്കടലിൽ നിന്ന് കപ്പലുകൾ വന്നിറങ്ങിയിരുന്ന ആ പുരാതന മുസരീസ് തുറമുഖത്ത് അദ്ദേഹം ഭാരതത്തിലെ ആദ്യ ചുവടുവെച്ചു. അവിടെ നിന്ന് തുടങ്ങിയ ആത്മീയ യാത്ര കേരളത്തിലെങ്ങും കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കൊക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം, തിരുവിതാംകോട് എന്നിങ്ങനെ ക്രൈസ്തവ കൂട്ടായ്മകൾക്ക് തിരിതെളിച്ചു. 20 വർഷത്തെ തന്റെ പ്രേഷിത ദൗത്യത്തിനൊടുവിൽ തോമാസ് ലീഹ ചേരരാജ്യത്തിലെ മൈലാപ്പൂരിൽ വെച്ച് AD 72 രക്തസാക്ഷിത്വം വരിച്ചു. ആ മരണത്തിന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ 3 ദുഃഖ്രാന. കേരള മണ്ണിൽ സുവിശേഷത്തിന്റെ ആദ്യ വിത്തുകൾ വിതച്ച വിശുദ്ധ തോമാസ് ലീഹായുടെ പാദസ്പർശമേറ്റ 7 പള്ളികളിലൂടെ വിശ്വാസത്തിന്റെ ചരിത്രം തേടി ഒരു ആത്മീയ യാത്ര, തീർത്ഥയാത്ര. കേരളത്തിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്ന ഒരിടമുണ്ട്. ചേർത്തലയ്ക്കടുത്ത് പ്രശാന്തമായ വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ കൊക്കമംഗലം സെന്റ് തോമസ് ദേവാലയം. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമാസ് ലീഹ സ്ഥാപിച്ച കേരള ക്രൈസ്തവ ചരിത്രത്തിലെ സുപ്രധാനമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ബസ് ഇറങ്ങി 250 മീറ്റർ നടന്നിട്ടാണ് നമ്മളിപ്പോൾ കോക്കമംഗലം സെന്റ് തോമസ് ചർച്ച് ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ദേവാലയമാണ്. നമ്മൾ റോഡ് മാർഗത്തിലൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ശരിക്കും ഈ പള്ളിക്ക് 2 മുഖങ്ങളാണുള്ളത്. ഒന്ന് റോഡിലേക്കും മറ്റൊന്ന് വേമ്പനാട്ട് കായലിലേക്കും. തോമാസ് ലീഹ ഇങ്ങോട്ടേക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് വന്നത് വേമ്പനാട്ട് കായൽ വഴിയാണ്. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം അവിടുത്തെ കണ്ട് അവിടുത്തെ തിരുമുറിവുകളിൽ തൊട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുന്ന മഹാസംഭവത്തിന്റെ ഒരു രൂപമാണ് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംശയത്തിൽ നിന്നും മഹാവിശ്വാസത്തിലേക്ക് വളർന്ന തോമാസ് ലീഹയുടെ ഈ രൂപത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഏതൊരു മനുഷ്യനിലും ഒരു വലിയ ആത്മീയ അനുഭൂതിയാണ് ഉണ്ടാവുക. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഈ ദേവാലയം വിസിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നമുക്കറിയാവുന്നവരെ തന്നെ ഈ പള്ളി വെച്ച് നമുക്ക് കാണാൻ സാധിച്ചു. അത്തരത്തിൽ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് കോക്കമംഗലത്തെ ഈ പള്ളി. ശാന്തസുന്ദരമായ വേമ്പനാട്ട് കായലിന്റെ തീരത്ത് കൊക്കമംഗലത്തിന്റെ മണ്ണിൽ വിരിഞ്ഞ ഈ ദേവാലയം വിശുദ്ധ തോമാസ് ലീഹയുടെ പാദസ്പർശത്താൽ പവിത്രമാണ്. ഇരുപത് നൂറ്റാണ്ടുകൾക്കപ്പുറം ലോകരക്ഷകനായ യേശുവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചം ചൊരിഞ്ഞെത്തിയ അപ്പസ്തോലന്റെ ഓർമ്മകൾ ഉണർത്തി ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ പാവനമായ അൾത്താരയിൽ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നു. വിശ്വാസത്തിന്റെ ആത്മീയ ദീപമായി ഉയർന്നു നിൽക്കുന്ന ഈ ധന്യമായ ദേവാലയത്തിന്റെ വിശുദ്ധ തിരുസന്നിധിയിൽ ഇന്നും അനുഗ്രഹധാരകൾ വർഷിക്കപ്പെടുന്നു. ഈ ദേവാലയത്തിൽ ഒരു അംഗമായ പൂർവികരൊരാളുമായ തോമസ് ചേട്ടനാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഈ പള്ളിയെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. ചെറുപ്പകാലത്തേക്ക് പങ്കുവയ്ക്കാം. ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലീഹ കേരളക്കരയിലെത്തി. അദ്ദേഹം കേരളക്കരയിലെത്തി ആദ്യ സ്ഥലം കൊടുങ്ങല്ലൂരായിരുന്നു. സഭ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ, പള്ളി സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ കല്ലും കുമ്മായുള്ള പള്ളികളല്ല അന്ന് സ്ഥാപിച്ചിരുന്നത്, സഭയാണ് സ്ഥാപിച്ചിരുന്നത്. കത്തോലിക്ക പള്ളി എന്നാണ് നമ്മുടെ സഭയ്ക്ക് പറയുന്നത്. കത്തോലിക്ക പള്ളി സ്ഥാപിച്ച കൂട്ടത്തിൽ അവിടെ ആൾക്കാരെ ഒരു സമൂഹത്തെ സ്ഥാപിച്ച് അവിടെ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ വർഷിച്ച ശേഷം അവിടുന്ന് അടുത്ത സ്ഥലമായ കൊടുങ്ങല്ലൂർ തെക്കോട്ട് മാറി പാലയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടെ ഒരു സമൂഹം സൃഷ്ടിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് അതിൻ്റെ നേരെ തെക്കോട്ട് തന്നെ വന്ന്
കോട്ടക്കാവ് പറവൂർ പെടുന്ന പ്രദേശമാണ്. എറണാകുളം ജില്ലയിൽപ്പെടുന്ന പറവൂർ വന്ന് വിശ്വാസ സമൂഹത്തെ സ്ഥാപിച്ച് അവിടെ വിശ്വാസ സമൂഹം ഉറച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ ആലപ്പുഴ ജില്ലയിൽപ്പെടുന്ന ഈ കോക്കമംഗലത്ത് വന്നെത്തി. ഈ കോക്കമംഗലത്തേക്ക് വന്നത് അവിടുന്ന് കായൽ മാർഗ്ഗമാണ് വന്നത്. അദ്ദേഹം കോക്കമംഗലം വെമ്പനാട് കായലിൻ്റെ തീരത്ത് വന്നിറങ്ങി. തുടർന്ന് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ വിളിച്ചുകൂട്ടി ക്രൈസ്തവന്റെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചു. അവരുടെ അഭ്യർത്ഥന അനുസരിച്ച് തോമാസ് ലീഹ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു ക്രൈസ്തവ സമൂഹം സ്ഥാപിച്ചു. കോക്കമംഗലത്ത് അന്ന് സ്ഥാപിച്ച സമൂഹം ഇന്നും അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും ഇവിടെയുണ്ട്. വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. നമ്മുടെ കോക്കമംഗലം ഇടവക്കാരനായ ചാക്കോ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, നമ്മുടെ ഈ പള്ളിയിലെ തോമാസ് ലീഹ സ്ഥാപിച്ച കുരിശുമായിട്ടുള്ള ഓർമ്മകളൊന്നും നമ്മളോട് പങ്കുവയ്ക്കാവോ? പങ്കുവയ്ക്കാം. ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹ AD 52 ഇന്ത്യയിലെത്തുകയും കേരളത്തിൽ വന്ന് 7 സമൂഹങ്ങൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അതിൽ മധ്യഭാഗത്ത് നിൽക്കുന്ന അതാണ് കോക്കമംഗലം. ആ കോക്കമംഗലത്ത് അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകളാൽ നിർമ്മിച്ച കുരിശാണ്. അദ്ദേഹം ഒരു ആശാരിപ്പണിക്കാരനായിരുന്നു. സ്വന്തം കൈകളാൽ നിർമ്മിച്ച ആ കുരിശ് ഇവിടെ സ്ഥാപിക്കുകയും അദ്ദേഹം അന്ന് സ്ഥാപിച്ച കുരിശ് വേമ്പനാട്ട് കായൽ തഴയപ്പെടുകയും എറിയപ്പെടുകയും അവിടെ നിന്ന് കായലിൽ നിന്ന് അത് മാട്ടേൽ തുരുത്ത്, ഇന്നത്തെ പള്ളിപ്പുറം പള്ളിയുടെ സമീപത്തുള്ള വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ്. ആ മാട്ടേൽ തുരുത്തിൽ അടിയുകയും ആ മാട്ടേൽ തുരുത്തിൽ നിന്ന് അത് വളരെ പൂജ്യമായി പള്ളിപ്പുറത്ത് കൊണ്ടുപോവുകയും പള്ളിപ്പുറത്ത് പുതിയ ദേവാലയം സ്ഥാപിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് പള്ളിപ്പുറത്ത് ദേവാലയം ഉണ്ടായത്. തുടർന്ന് നടന്ന് കാലാന്തരത്തിൽ വർഷങ്ങൾ ഇത്രയായില്ലേ, ഒരുപടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവിടുത്തെ വിശ്വാസ സമൂഹം ഒരുപക്ഷെ നഷ്ടപ്പെട്ടുവെങ്കിലും അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് മറ്റൊരു ഘട്ടത്തിലാണ്. 1871 സമീപവാസിയായ മങ്കുഴിയിൽ മത്തായി എന്നൊരാൾ മാന്നാനം ഗോവേന്തയിൽ പോവുകയും മാന്നാനം ഗോവേന്തയിൽ അന്നത്തെ വികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ വേദപുസ്തകത്തിലിരുന്ന ഒരു തോമാസ് ലീഹായുടെ പടം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ആ പടവുമായിട്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി തൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഈ പ്രദേശത്ത് വങ്ങുകയും അങ്ങനെ അദ്ദേഹം തലചുറ്റി വീഴുകയും ചെയ്തു. ആ വീണ സ്ഥലം അന്ന് അട്ടിവെച്ച് മറച്ച് അവിടെയാണ് ഇന്നത്തെ ഈ ദേവാലയം സ്ഥാപിച്ചിട്ടുള്ളത്. ഈ നമ്മൾ കാണുന്ന ഈ ദേവാലയമുള്ള ഈ ദേവാലയം 2017 ആശീർവദിച്ചത്. ഇതിനു മുമ്പ് പല ദേവാലയങ്ങളും ഘട്ടം ഘട്ടമായി പണിതാണ് അവസാനം ഇങ്ങനെ ഒരു ദേവാലയം ആയത്. പക്ഷെ അന്നത്തെ ഈ ദേവാലയത്തിൻ്റെ പ്രസക്തി ഇന്നും നിലനിർത്തിക്കൊണ്ട് കോക്കമംഗലത്ത് ഒരു വലിയ വിശ്വാസ സമൂഹം നിലനിൽക്കുന്നു. ഈ വേമ്പനാട്ട് കായൽ വഴിയാണല്ലോ തോമാസ് ലീഹ വന്നത്. അതെ അതെ. അപ്പോൾ എന്തുകൊണ്ട് തോമാസ് ലീഹ ഈ കൊക്കമംഗലം ചൂസ് ചെയ്തു? അതിനൊരു കാര്യമുണ്ട്. ഈ കൊച്ചി തുറമുഖത്ത് നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ തെക്കും അതുപോലെ തന്നെ ആലപ്പുഴ തുറമുഖത്ത് നിന്നും 10 കിലോമീറ്റർ വടക്കുമായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കോക്കമംഗലം. അന്ന് ഇത് ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു. കൊച്ചി ആയാലും ആലപ്പുഴ ആയാലും തോമാസ് ലീഹ കപ്പലിറങ്ങിയ കൊടുങ്ങല്ലൂരായാലും വാണിജ്യ കേന്ദ്രമായിരുന്നു. ആ വാണിജ്യ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് തോമാസ് ലീഹ ഇവിടെ തന്നെ ഇറങ്ങാൻ കാര്യം. അന്ന് ഇവിടെ ഇറങ്ങിയ ആ സന്ദർഭത്തിലാണ് ഇവിടെ കുരിശ് സ്ഥാപിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ സ്ഥാപിച്ച ഒരു കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട്. അദ്ദേഹം 1 വർഷക്കാലം ഇവിടെ താമസിച്ചുവെന്നും അതോടൊപ്പം 1600 പരം ആൾക്കാരെ മാമോദിസ മുഖി എന്നുമാണ് പറയുന്നത്. ഇത് റമ്പാൻപാട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. കാലാന്തരത്തിൽ ഈ കുരിശ് ഇന്നും പള്ളിപ്പുറത്ത് ഉണ്ട്. നിങ്ങൾക്ക് പോയാലും കാണാം. പള്ളിപ്പുറത്ത് കോക്കമംഗലത്ത് സെന്റ് തോമസ് സ്ഥാപിച്ച കുരിശ് എന്ന് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഇവര് ഈ പള്ളിയെ കുറിച്ച് അറിയാനും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും നിൽക്കുന്നവരാണ്. അതെ, രണ്ടുപേർക്കും സ്വാഗതം. തോമാസ് ലീഹ AD 52 സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് കോക്കമംഗലം. ലീഹ സ്ഥാപിച്ചിട്ടുള്ള പള്ളികളിലെ ഏകദേശം കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ള പള്ളിയാണ് കോക്കമംഗലം. ഇതോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പള്ളി സ്ഥാപിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സഭാ സമൂഹം സ്ഥാപിച്ചു എന്നുള്ളതാണ്. തോമാസ് ലീഹ ഒരു കുരിശ് കായലിൻ്റെ തീരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. വെമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് ഈ പള്ളി. അപ്പോൾ നമുക്ക് കുരിശിൻ്റെ അടുത്തേക്ക് നടക്കാം. കോക്കമംഗലം പള്ളി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ തീർത്ഥാടകർ എല്ലാ ദിവസവും വരാറുണ്ട്. വെമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. തോമാസ് ലീഹ ഈ കായൽ മാർഗമാണ് ഇവിടെ എത്തിയതെന്നാണ് പറയുന്നത്. തോമാസ് ലീഹ സ്ഥാപിച്ച ഒരു കുരിശാണ് ഈ കാണുന്നത്. ഈ കുരിശിന് എന്താ ഒരു പ്രത്യേകത? ഈ കുരിശ് തോമാസ് ലീഹ പണ്ട് സ്ഥാപിച്ച കുരിശിൻ്റെ സ്ഥാനത്ത്
സ്ഥാപിച്ചിരിക്കുന്ന കുരിശാണ്. ഈ കുരിശിന് 3 ഭാഗങ്ങളുണ്ട്. താഴെയുള്ള ഭാഗം കേരളത്തിലെ ശ്ലീഹ സ്ഥാപിച്ച മറ്റ് ദേവാലയങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. മധ്യഭാഗത്ത് ലില്ലിപ്പൂവിൻ്റെ മുട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു ദണ്ഡാണ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുകളിൽ പേർഷ്യൻ കുരിശാണ്. പേർഷ്യൻ കുരിശിൻ്റെ പ്രത്യേകത അത് 4 ഭാഗത്തേക്കും ഒരേ നീളമായിരിക്കും. ഒരു പുഷ്പത്തിൻ്റെ ആകൃതി അതിന് ഉണ്ട്. ഇത് AD 52 തോമാസ് ശ്ലീഹ കുരിശ് സ്ഥാപിച്ച സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് പിന്നീട് പുനരുദ്ധരിച്ചത് തോമാസ് ശ്ലീഹയുടെ ഭാരത പ്രവേശനത്തിൻ്റെ 1950 ആണ്ട് ആയിരുന്ന 2002 ഈ കാണുന്നതാണ് വേമ്പനാട്ട് കായൽ. തോമാസ് ശ്ലീഹ വന്ന വഴി വേമ്പനാട്ട് കായൽ ഈ വഴിയാണ് വന്നതെന്നാണ് പറയുന്നത്. ഈ വശം പള്ളിപ്പുറം കരയാണ്, ഈ വശം വൈക്കം കരയാണ്. ഇതാണ് ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താര. നിലവിലെ ദേവാലയം പണി കഴിക്കപ്പെട്ടത് 2017 ഏപ്രിൽ 20 വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒത്തിരി വിശ്വാസികൾ ഇവിടെ വരാറുണ്ട്. അവരുടെ വിശ്വാസ തീക്ഷ്ണത കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. ദേവാലയത്തിൻ്റെ അൾത്താരയുടെ വലതുവശത്തായിട്ടാണ് മാർത്തോമാ ശ്ലീഹായുടെ അത്ഭുത രൂപം സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്ക് അവിടേക്ക് പോകാം. തോമാസ് ശ്ലീഹയുടെ രൂപമാണ് ഇവിടെ കാണുന്നത്. ഈ രൂപത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത് തോമാസ് ശ്ലീഹയുടെ വലത് ചൂണ്ടുവിരലിൽ രക്തം നമുക്ക് കാണാം. അത് ഈശോയുടെ തിരുവിലാവിൽ സ്പർശിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു രക്തമാണ്. രണ്ടാമത്തത് ഈ രൂപത്തിൻ്റെ ഇടത് കയ്യിൽ സുവിശേഷവും മട്ടവും നമുക്ക് കാണാം. മരപ്പണിക്കാരനായിരുന്നു തോമാസ് ശ്ലീഹ എന്നാണ് പറയപ്പെടുക. അതിൻ്റെ ഒരു പണി ആയുധമാണ് മട്ടം. പുതുഞാർ തിരുനാൾ ദിവസത്തിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മട്ടം എഴുന്നള്ളിപ്പ് ഇവിടെ ഒരു പതിവാണ്. ഈ മട്ടം നമുക്ക് കാണാം. വിശ്വാസികൾ ഈ മട്ടം എഴുന്നള്ളിപ്പ് ഭക്തിയാദരപൂർവ്വം കൊണ്ടുപോകാറുണ്ട്. ഇതിന് എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കാറുണ്ട്. ഇത് തോമാസ് ശ്ലീഹായുടെ ഒരു അത്ഭുത ചിത്രമാണ്. ഇതിനൊരു ചരിത്രമുണ്ട്. 1897 മത്തായി എന്നൊരാൾക്ക് പല പ്രാവശ്യം ദർശനമുണ്ടായി. മാനാലം പള്ളിയിലെ ആശ്രമത്തിൽ തോമാസ് ശ്ലീഹയുടെ ഒരു രൂപം അവിടുത്തെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് ദർശനം കിട്ടിയതനുസരിച്ച് അവിടെ പോയി അന്വേഷിച്ച് അവിടുത്തെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ആ രൂപമാണ് ഈ മത്തായി എന്ന മനുഷ്യൻ കൊണ്ടുവന്നത്. അത് ഇവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. ഇവിടെയാണ് ഇപ്പോൾ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ ഫോട്ടോ ഇപ്പോഴും ഇവിടെ കേട് കൂടാതെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പുറത്താണ് തോമാസ് ശ്ലീഹയുടെ തിരുശേഷിപ്പ് സ്ഥാപിതമായിരിക്കുന്നത്. തോമാസ് ശ്ലീഹയുടെ രൂപത്തിന് താഴെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 1999 റോമിലെ ഓർത്തോണയിൽ നിന്ന് ആഘോഷപൂർവ്വം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച തിരുശേഷിപ്പാണ് ഈ കാണുന്നത്. ഈ ഇടഭാഗം തന്നെയായ ആർച്ച് ബിഷപ്പ് ജോസഫ് ചേന്നോത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഇവിടെ എത്തിച്ചതാണ്. ഇവിടെ വരുന്ന വിശ്വാസികൾ ഈ തിരുശേഷിപ്പ് തൊട്ട് വണങ്ങി ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാറുണ്ട്. മക്കളെ, ഈ ഇടവകാംഗം തന്നെയായ ഒരു നല്ല പിതാവിനെ ഈ ദേവാലയത്തിൻ്റെ അകത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. ഇത് പിതാവിൻ്റെ കബറിടമാണ്. വത്തിക്കാൻ്റെ വിദേശകാര്യ വിഭാഗത്തിൽ സേവനം ചെയ്തിരുന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് ചേന്നോത്ത് പിതാവിൻ്റെ കബറിടമാണിത്. അദ്ദേഹം ആണ് നമ്മുടെ തിരുശേഷിപ്പ് റോമിൽ നിന്ന് ഇവിടെ 1999 ഇവിടെ എത്തിക്കാനായിട്ട്
മുൻകൈ എടുത്തത്. ഇദ്ദേഹം 2020 ജപ്പാനിലെ നുൻഷ്യോ ആയിരിക്കുമ്പോൾ നിര്യാതനായി. ഈ പിതാവ് മാത്രമല്ല, ഈ ഇടവകയിൽ നിന്ന് അനവധി ദൈവവിളികൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം പേറിയിരിക്കുന്ന ഈ ദേവാലയത്തിൽ നിന്ന് ദൈവവിളിയുടെ ശക്തമായിട്ടുള്ള വളക്കൂറുള്ള മണ്ണ് കൂടിയാണ് എന്ന സവിശേഷത കൂടി കോക്കമംഗലത്തിനുണ്ട്. കോക്കമംഗലത്തെക്കുറിച്ച് അടുത്തറിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? വളരെ കുറച്ച് കുടുംബങ്ങളെ ഉള്ളെങ്കിലും വിശ്വാസത്തിൽ അടിയുറച്ച ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളതെന്ന് ഇവിടുത്തെ ചരിത്രവും അച്ഛനിൽ നിന്നും അപ്പച്ചന്മാരിൽ നിന്നൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി. ഞങ്ങൾ ഏഴരപ്പള്ളികളിലൂടെയുള്ള ഒരു യാത്ര ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതെ, ഇനി നമുക്ക് ഇവിടുന്ന് ഒഴുകിപ്പോയ കുരിശിന്റെ തിരിച്ചുവെച്ചിപ്പോ ഇപ്പോൾ ഉള്ളത് പള്ളിപ്പുറം ദേവാലയത്തിലാണ്. നമുക്ക് ഇനി അവിടെയും കൂടി പോയി കുരിശ് വണങ്ങിട്ട് വന്നാലോ? നല്ല കാര്യമാണ്, പോവാട്ടോ. ചേട്ടാ, ഞങ്ങളെ മാട്ടുതുരത്തിലെ പള്ളിയിലേക്ക് കൊണ്ടുപോവോ? അതിനെന്താ, സന്തോഷങ്ങൾ കയറിക്കോ. ചേട്ടാ, ഈ മാട്ടയത്തുരത്തിലല്ലേ തോമാസ് ലീഹ സ്ഥാപിച്ച കുരിശു വന്നടിഞ്ഞത്? അതെ അതെ. വേമ്പനാട്ട് കായലിന്റെ മടിത്തട്ടിലൂടെയുള്ള ഈ വഞ്ചിയാത്രയും പച്ചപ്പ് നിറഞ്ഞ ഈ കാഴ്ചകളുമൊക്കെ എത്ര മനോഹരമാണല്ലേ, വർണ്ണിക്കാനേ കഴിയുന്നില്ല. ചേർത്തലയിലെ പള്ളിപ്പുറം പഞ്ചായത്തിൽ വേമ്പനാട്ട് കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മാട്ടേൽ തുരുത്ത് പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും ഒത്തുചേരലാണ്. വളരെ ശാന്തമായ അന്തരീക്ഷമുള്ള ഈ ചെറിയ തുരുത്ത് പണ്ടുകാലത്ത് തോമാസ് ലീഹ സ്ഥാപിച്ച കൊക്കമംഗലത്തെ വിശുദ്ധ കുരിശൊഴുകിയെത്തി പിന്നീട് കണ്ടെടുക്കപ്പെട്ട പുണ്യഭൂമി കൂടെയാണ്. ഇപ്പോൾ 7ഓളം കുടുംബങ്ങൾ വസിക്കുന്ന ഈ തുരുത്തിൽ ഒരു കുഞ്ഞു ദേവാലയവും ഉണ്ട്. ആലപ്പുഴയെ വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് മാട്ടേൽ തുരുത്ത്. ഈ കരയും കോക്കമംഗലം പള്ളിയായിട്ട് ഏകദേശം 12-13 കിലോമീറ്ററിൻ്റെ ദൂരമാണ് ഉള്ളത്. അപ്പോൾ തോമാസ് ലീഹ ശരിക്കും ഒരു കുരിശ് അവിടെ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മതവിരോധികൾ അത് എടുത്ത് പുഴയിലെറിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഈ വേമ്പനാട്ട് കായലിലിട്ട് എറിഞ്ഞു കളഞ്ഞെന്നും ആ കുരിശ് അവിടുന്ന് ഓളങ്ങളിലൂടെ ഒഴുകി വന്ന് ഈ തുരുത്തിലടിഞ്ഞെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. അതിനുശേഷം ഇവിടുന്ന് ഉള്ള ആൾക്കാർ പുല്ല് വെട്ടാൻ പോകുന്നുണ്ട്. പുല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇങ്ങനെ പശുവിന് കൊടുക്കാനും മറ്റുള്ള അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്ന ആ ഒരു കൊത്തിവാള് വെച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കും. അപ്പോൾ അങ്ങനെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന വഴി ഒരു സ്ത്രീയുടെ അരുവ ഈ കുരിശേട്ട് കൊണ്ടെന്നും ആ കുരിശിട്ട് ആ കൊണ്ട ഭാഗത്ത് കുറച്ച് മുറിഞ്ഞിട്ട് അവിടുന്ന് ചോര ഒലിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് കണ്ട് ഭയന്നുപോയ ആ സ്ത്രീ ഇക്കരെ വന്ന് ഇക്കരയിലുള്ളവരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു അത്ഭുത വസ്തുവാണെന്ന് കണ്ടെത്തി അവരത് കൊണ്ടുവന്ന് ഈ ഒരു വീട്ടിലെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ആ കുരിശ് ഇങ്ങനത്തെ ഒരു കുരിശ് കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് ഇങ്ങനെ ഒരു അത്ഭുത കുരിശാണെന്നും ഉള്ള ആൾക്കാരുടെ മൗത്ത് അതായത് പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ച് ആൾക്കാർ കൂടിക്കൂടി ഇത് കാണാൻ, ഈ അത്ഭുത കുരിശിനെ കാണാൻ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ ഒരു മുറിയിലല്ലേ വെച്ച് അവിടെ കൂടുതൽ അസൗകര്യം വന്നപ്പോൾ അവരുടെ തന്നെ ഒരു ഭാഗത്തേക്ക് ഒരു ചെറിയ അന്നത്തെ രീതിയിലുള്ള ഒരു ഓലയൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു ചെറിയ പള്ളി പോലെ ഉണ്ടാക്കി ഒരു ആരാധനാലയം എന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് അവിടെ ഈ കുരിശ് സ്ഥാപിച്ചു, പ്രതിഷ്ഠിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ അന്നേരം കൂടുതൽ ഈ ഇവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞും കേട്ടും കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ അത്രത്തോളം ആൾക്കാരെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്ത സമയത്ത് പുതിയൊരു പള്ളി ഇതിനു വേണ്ടി ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ഇതിൻ്റെ പേരിൽ കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിലാണ് അങ്ങോട്ട് പുതിയൊരു പള്ളി പണിയുകയും ഈ കുരിശിനെ അവിടെ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തു. കുരിശുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കഥകളുണ്ട്. വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുരിശിൻ്റെ അഗ്രം കൊണ്ടുപോയി അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വീട് പണി നടന്നില്ലെങ്കിൽ, കുട്ടികളുണ്ടായില്ലെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലെല്ലാം ഈ കുരിശിൻ്റെ കുറേശ്ശെ ഭാഗം നുള്ളിക്കൊണ്ട് പോയെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കുരിശിൻ്റെ അറ്റം കുറച്ചിങ്ങനെ അരച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന കൊച്ചു കുട്ടികളില്ലേ, കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ ഉണ്ടാകാവുന്ന ആ ഒരു അസുഖങ്ങളൊക്കെ പാടെ നിലയ്ക്കും എന്ന ഒരു ഐതിഹ്യമൊക്കെ നിലനിൽക്കുന്നു. ഇപ്പോൾ എല്ലാ മാസത്തിലും
ഒരു ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഇവിടെ കുർബാന വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒന്നുകൂടി റിനേറ്റീവ് ചെയ്തു കഴിഞ്ഞ 2-3 വർഷം മുമ്പ്. ഇനി ഈ കുരിശ് എവിടെയെന്ന് കാണണ്ടേ, അതിന് നമുക്ക് വലിയ പള്ളിയിലേക്ക് പോകാം. അപ്പോൾ മക്കളെ, ഇനി നമ്മുടെ കുരിശ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന പള്ളിയാണ് ഇത്. ഈ പള്ളിയുടെ പേര് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് എന്നാണ്. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള 16 ഫൊറോനകളിൽപ്പെട്ട ഒരു ഫൊറോന പള്ളിയാണ്. ഒത്തിരിയേറെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പള്ളിയാണ്. പക്ഷേ എങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ കുരിശിനെ പറ്റി തോമസ് ലീഹ സ്ഥാപിച്ച കുരിശാണ്. പള്ളിക്കകത്ത് കയറിയെന്നാൽ ഈ പറഞ്ഞ എല്ലാ പ്രത്യേകതകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പോയി കണ്ട് ബോധ്യപ്പെടുക. ഓക്കെ, ഓക്കെ ഏട്ടാ, താങ്ക് യു. ശേഷം സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പക്ഷെ ഞങ്ങൾ തോമസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിലൂടെയുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ കൊക്കമംഗലത്ത് വന്നപ്പോൾ അവിടെ സ്ലീഹ സ്ഥാപിച്ച കുരിശ് ഇപ്പോൾ ഇവിടെയാണെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. തോമസ് ലീഹ കോക്കമംഗലത്തെ വിശ്വാസി സമൂഹത്തിന് വേണ്ടി സ്വകരങ്ങളാൽ നിർമ്മിച്ച മരക്കുരിശിൽ അല്ലെങ്കിൽ മരത്തിൽ കൊത്തിയെടുത്ത രൂപമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. 3-ാം നൂറ്റാണ്ട് തുടങ്ങി ഇത്രയും നാളും ഇടതടവില്ലാതെ നിൽക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹവും പ്രാർത്ഥനാലയവുമാണ് ഈ പള്ളിപ്പുറം പള്ളി. പള്ളി പുറത്ത് വെച്ചു പള്ളിപ്പുറം എന്ന പേര് കിട്ടി എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ഈ കുരിശിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ഇത് സാർവത്രിക സഭയിലെ, കേരള സഭയിലെ അമൂല്യമായ തിരുശേഷിപ്പാണ്. ആദ്യ നൂറ്റാണ്ടിലെ ഒരു ചരിത്രപരമായ തിരുശേഷിപ്പ്. മരക്കുരിശാണ് ആദ്യകാലത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഈ കുരിശ് ഇന്നും സൂക്ഷിക്കപ്പെടുന്ന സ്ഥലമാണിത്. അതിവിശുദ്ധമായി സൂക്ഷിക്കപ്പെടുന്നു. ഈ കുരിശിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഗോൾഡൻ പെയിൻറ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്ത നാളുകൾ വരെ ഇത് പ്യുവറായിട്ട് മര കുരിശ് തന്നെയായിരുന്നു. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ആ മരക്കുരിശിൽ നിന്ന് ഓരോന്ന് അടർത്തി കൊണ്ടുപോയതായിട്ട് കാണാൻ സാധിക്കും. ഈ കുരിശിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള കൽക്കുരിശാണ് നിങ്ങൾ കോക്കമംഗലത്ത് കായൽ തീരത്ത് കണ്ടത്. അതേപോലെയുള്ള കുരിശാണ് നമ്മുടെ എല്ലാ മാർത്തോമ ദേവാലയങ്ങളിലും, മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചത് മാത്രമല്ല, സെൻറ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ എല്ലാ ദേവാലയങ്ങളുടെയും തോറ എന്ന് പറയുന്ന സ്ഥലത്ത് നാട്ടപ്പെട്ടിട്ടുള്ളത് ഈ കുരിശാണ്. പഴയകാല ഏകദേശം 8-ാം നൂറ്റാണ്ടിന് ശേഷം ഉള്ള കല്ലിൽ കൊത്തിയ രൂപങ്ങളും ഈ കുരിശിൻ്റെ രൂപത്തിലാണ്. എല്ലാ മദ്ബഹകളിലും ഈ കുരിശ് ആലേഖനം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന ഈ കുരിശും തോമാസ് ശ്ലീഹായും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അരൂക്കുറ്റി മുതൽ തണ്ണീർമുക്കം വരെയുള്ള ഒരു ഐലൻഡ് ആയിരുന്നു ഈ പ്രദേശം. ഇവിടെയാണ് തോമാസ് ലീഗ ഈ പ്രദേശത്ത്, വേമ്പനാട്ട് കായലിൻ്റെ തീരത്തുള്ള ഈ പ്രദേശത്ത് സുവിശേഷം പ്രഘോഷിച്ച് ക്രൈസ്തവ സഭ 1600-ലധികം പേരെ മാമുദീസ മുഖ്യതായിട്ട് പറയപ്പെടുന്നത്. ഈ ഫൊറോന ദേവാലയം അറിയപ്പെടുന്നത് മാതാവിൻ്റെ പേരിലാണ്. അതായത് ഏകദേശം 1-ാം നൂറ്റാണ്ടിൽ മാതാവിൻ്റെ പേരിൽ സ്ഥാപിതമായ ഒരു ദേവാലയമാണ് പള്ളിപ്പുറം. പള്ളിപ്പുറത്തമ്മ എന്നാണ് വിശേഷിപ്പിക്കുക. വിശുദ്ധ ലൂക്ക വരച്ച മാതാവിൻ്റെ ചിത്രങ്ങളിൽ ഒന്ന് പ്രധാന അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പള്ളിപ്പുറത്തിൻ്റെ മറ്റൊരു സവിശേഷത, ഇവിടെയാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഏകദേശം 8 വർഷത്തോളം സെമിനാരി പഠനം നടത്തിയത്. വൈദികനായി 2 വർഷവും ഇവിടെ സേവനം ചെയ്തു. അച്ഛൻ്റെ മൽപ്പാൻ എന്ന് പറയുന്ന ഗുരുവായ തോമാ മൽപ്പാനാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ഇവിടെ വൈദികനായിരുന്ന സമയത്തും അർത്തുങ്കലെ പോരുക്കര എന്ന അച്ഛനും 3 പേരും കൂടിയിട്ടാണ് ഒരു ഇന്ത്യയിൽ തന്നെ ഒരു സന്യാസ സഭ സ്ഥാപിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ട ചിന്തകളും ധ്യാനങ്ങളും നടത്തിയ സ്ഥലം. അങ്ങനെ പള്ളിപ്പുറം ഇന്ന് ദർശന സമൂഹത്തിൻ്റെ ഉറവിടം, നമ്മുടെ അച്ഛന്മാർ വൈദികരിടുന്ന ഉടുപ്പിൻ്റെ ഉറവിടം, അങ്ങനെ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് ഈ പള്ളിപ്പുറം എന്നുള്ള ഇടവക. കൊക്കമംഗലത്ത് നിന്നും ഒഴുകിയെത്തിയ കുരിശ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളിപ്പുറം പള്ളിയിലെ വിശേഷങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ തുടങ്ങി പാലിയൂർ, കോട്ടയ്ക്കാവ്
ഇന്ന് നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് കോക്കമംഗലത്താണ്. ഇനി അടുത്തതായി തോമാസ് ലീഹ സ്ഥാപിച്ച നിലത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഭാരത മക്കൾക്ക് പുതുജീവനേകുവാനാ വിശ്വാസദീപം തെളിച്ചവനേ. ഭാരത മക്കൾക്ക് പുതുജീവനേകുവാനായി വിശ്വാസദീപം തെളിച്ചവനേ. അനന്തമാം സ്നേഹം തൊട്ടറിഞ്ഞവൻ നീ, ആ സ്നേഹ ചൈതന്യം പകർന്നിടണേ. അനന്തമാം സ്നേഹം